ഹായ്, ജിൻസി ജിങ്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിൻസി അശോക്. ഇന്ന് ജിൻസി ജിങ്കിളിൻ്റെ അടുത്ത വീഡിയോ മരക്കൊമ്പിൽ എങ്ങനെ ഓർക്കിഡ് എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാം. നമ്മൾക്ക് ഓർക്കിഡ് മരത്തടിയിൽ പിടിപ്പിക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു കമ്പ്, ഉണങ്ങിയ മരക്കമ്പ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പേരയുടെ ഉണങ്ങിയ കമ്പാണ്. എൻ്റെ ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റ് ഒരെണ്ണം വേണം. ചകിരി, അതായത് 2 ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ടുള്ള ചകിരി ഉണങ്ങിയത് കട്ട് ചെയ്തെടുക്കണം, ചെറിയ പീസായിട്ട് എടുക്കണം. കയറ്, ആവശ്യത്തിന് ചുറ്റിക്കെട്ടാനുള്ള കയറ്, ചകിരിയുടെ കയറ് തന്നെ ആയിരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് കെട്ടരുത്. ഇത്തരം സാധനങ്ങളാണ് നമ്മൾക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമ്മൾക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിനെ ചട്ടിയിൽ നിന്ന് എടുക്കുക. ഇതിൻ്റെ ഉണങ്ങിയ വേരുകളും നേരത്തെ ഉണ്ടായിരുന്ന ഉണങ്ങിയ പഴകിയ ചകിരിയും നമുക്ക് എടുത്തു മാറ്റണം. ആവശ്യമില്ലാത്ത ഉണങ്ങിയ തണ്ടുകളെല്ലാം കട്ട് ചെയ്യുക. ഇതുപോലത്തെ ഒരു തൈയാണ് നമ്മൾക്ക് ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് വേണ്ടത്. ഇനി നമ്മൾക്ക് ഈ ചകിരി, ഈ എടുത്തിരിക്കുന്ന നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ഈ ചകിരി ചെറുതായിട്ടൊന്നിങ്ങനെ പിളർന്നെടുക്കണം. ഇതേപോലെ ഇങ്ങനെ പിളർന്ന് ഇതേപോലെ എടുക്കുക. അത് നമ്മൾ തടിയുടെ ഈ ഭാഗത്ത്, അത് താഴെയും മുകളിലുമായിട്ട് ഇപ്പോൾ ഞാൻ പിടിപ്പിക്കാൻ പോകുന്നത്, തടി ഇങ്ങനെയുള്ള ഭാഗത്ത് നമുക്കിതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ചകിരി ഇങ്ങനെ വയ്ക്കുക. വേണ്ട, സിമ്പിളാണ്, വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കയറെടുത്തിട്ട് ഇതിങ്ങനെ വരഞ്ഞ് കെട്ടണം. ഇത് പിടിച്ചില്ലേ? ഇതേപോലെ വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാം. കണ്ടോ? ഇതേപോലെ ഇങ്ങനെ കെട്ടിപ്പിടിപ്പിക്കാം. ഇനി നമുക്കൊരു തൈ ഇവിടെയും കൂടെ വയ്ക്കാം, ഒരു തൈ ഈ ഭാഗത്തും വയ്ക്കാം. അടുത്തൊരു പുതിയ ചകിരി ഇങ്ങനെ വയ്ക്കാം. നിവർത്തി വെച്ചതിന് ശേഷം ഈ ഭാഗം തടിയോട് ചേർന്നിരിക്കണം. കണ്ടോ? ഈ ഭാഗം, ഒരു ഭാഗം തടിയോട് ചേർന്നിരിക്കണം, എങ്കിൽ മാത്രമേ എളുപ്പത്തിൽ മരക്കൊമ്പയിൽ വേര് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് കെട്ടിക്കൊടുക്കാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ച് കെട്ടാം, പിടിച്ച് വരുമ്പോഴത് ചുറ്റിലും ആയിക്കോളും. ഇങ്ങനെ വെച്ചിട്ട് അടുത്തൊരു കയറെടുക്കുക. ഇതിങ്ങനെ ടൈറ്റിൽ ഇപ്പോൾ ഞാൻ കെട്ടി 2 തൈകളും ഇത് മരത്തിൽ വെച്ച് ഇതും വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ? ഇതിങ്ങനെ ഇരിക്കും. കണ്ടോ? ഇനി നമ്മൾക്ക് ഇതിൻ്റെ 2 സൈഡിലും ഒരു കയറ് കെട്ടിയതിന് ശേഷം നമുക്കിതിങ്ങനെ തൂക്കിയിടുന്ന രീതിയിലാക്കിയെടുക്കണം. കണ്ടോ? ഇതേപോലെ നമ്മൾക്ക് ഓർക്കിഡ് ഇങ്ങനെ ടാഗ് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിടാം. കണ്ടോ? ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ വെള്ളം സ്പ്രേ ചെയ്യണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിലോ ടാങ്കിലോ വെള്ളം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനകത്ത് നമ്മളിത് മുക്കിയിടണം. അതായത് മരത്തടിയും ഇതെല്ലാം ഒന്ന് വെള്ളം കുതിർന്ന് പിടിക്കാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇലയിലും ഈ ചകിരി വെച്ച ഭാഗത്തും എല്ലാം നന്നായിട്ടിങ്ങനെ സ്പ്രേ ചെയ്യാം. വെറുതെ വെള്ളം മാത്രം മതി. അതിന് ശേഷം 1 മാസം ഇത് തണലിൽ തൂക്കിയിടണം. അതായത് വെയിലിൻ്റെ ഷെയ്ഡിലായിരിക്കണം തൂക്കിയിടേണ്ടത്. നല്ല വെയിലത്ത് തൂക്കിയിടരുത്. മരത്തണലിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഷെയ്ഡിലോ അല്ലെങ്കിൽ നെറ്റ് പോലെ കെട്ടിയിട്ട് അതിൻ്റെ താഴെയോ എന്തായാലും ഇത് കെട്ടിയിടണം. ഇതുപോലെ കെട്ടിയിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ വേര് പിടിച്ചത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് 2 മാസത്തിന് മുന്നേ ഞാൻ ഇതേപോലെ പിടിപ്പിച്ചതാണിത്. ഇതിന് പുതിയ വേരുകൾ മുകളിലേക്ക് വന്നിരിക്കുന്നുണ്ടോ? 2 മാസം കൊണ്ട് ഇതിന് വേഗം തന്നെ വേര് വന്ന്. കണ്ടോ? പുതിയ ചെനപ്പൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. ഇനി ഞാൻ ഒരു 4 മാസം എത്തിയ തൈ കാണിച്ചു തരാം. 4 മാസത്തിന് മുന്നേ ഞാൻ ഇതേപോലെ മരത്തടിയിൽ വെച്ച് കെട്ടിയതാണ്. കണ്ടോ? ഇതിൻ്റെ വേരുകളൊക്കെ പിടിച്ച് താഴേക്ക് വളർന്നിറങ്ങിയിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ? എത്ര പെട്ടെന്നാണ് ഇതിന് വലിയ വേരുകളൊക്കെ വന്നിരിക്കുന്നുണ്ടോ? കണ്ടോ? പുതിയ തൈകളൊക്കെ, പുതിയ ചെനപ്പെല്ലാം വന്നിട്ടുണ്ട്. 2 മാസം കൂടി കഴിയുമ്പോൾ ഇതുമെല്ലാം മുട്ട് വന്നിട്ട് പൂരിയാൻ തുടങ്ങും. കണ്ടോ? ഇതിങ്ങനെ ഞാൻ തൂക്കിയിട്ടിരിക്കുന്നതാണ്.
ഇത് കണ്ട, ഇത് 6 മാസം എത്തി. 6 മാസത്തിന് മുന്നേ ഞാൻ പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ വേരെല്ലാം പിടിച്ച് ഇതുമ്പോൾ 2 ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 3 മാസം എത്തിയ ഫ്ലവറാണിത്. ഇതിപ്പോൾ 1 മാസം എത്തിയിട്ടുള്ള ഈ ഫ്ലവർ ഇതാ. ഇതുമ്പോൾ ഞാൻ പല ഐറ്റംസ് പിടിപ്പിച്ചിട്ടുണ്ട്, പല കളറിലുള്ളത് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടും 2 കളറാണ്. ഇത് ഡാർക്ക് വയലറ്റ്, ഇത് ലൈറ്റ് വയലറ്റാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു സിമെൻറ്റ് കൊണ്ടുള്ളൊരു ചട്ടിയിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഒരു തടിക്കഷ്ണം അതും ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റൂമിനകത്ത് ടേബിൾമേലോ ടീപ്പോയിമേലോ ഒക്കെ നമുക്കിത് വെച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പറ്റും. റൂമിനകത്ത് ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് നമുക്കിത് വയ്ക്കാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കിഡ് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെടികളുള്ളവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ഓർക്കിഡ് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.